നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളോട് ഒരു പുതിയ അറിയിപ്പാണ് പങ്കുവയ്ക്കാനുള്ളത്. കാലാവധി കഴിഞ്ഞ പാസ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ അതിൽ താമസ വിസ പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം പാസ്പോർട്ടുകളാണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ യുഎഇയിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് GDRFAയുടെ അനുമതി തേടണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. യുഎഇയിൽ പാസ്പോർട്ടുകളിൽ താമസ വിസ പതിപ്പിക്കുന്നത് ഒഴിവാക്കിയതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് കരുതുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ പാസ്പോർട്ട് പുതുക്കിയാലും വിസ പുതിയ പാസ്പോർട്ടിലേക്ക് മാറ്റാറില്ല. വിസ പഴയ പാസ്പോർട്ടിൽ തന്നെയായിരിക്കും. ഇങ്ങനെയുള്ളവർ യാത്ര ചെയ്യുമ്പോൾ GDRFAയുടെ അനുമതി വേണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രവാസികൾക്ക് താമസരേഖയായി ഏപ്രിൽ 11 മുതൽ എമിറേറ്റ്സ് ID മാത്രം മതിയാകും. പാസ്പോർട്ടിൽ പതിപ്പിക്കുന്ന താമസ വിസ ഇനി ആവശ്യമില്ലെന്ന അറിയിപ്പ് ദിവസങ്ങൾക്ക് മുൻപേ വന്നിരുന്നു. വിസ സ്റ്റാമ്പിംഗ് സമ്പ്രദായം അവസാനിപ്പിക്കാനുള്ള UAE ഭരണകൂടത്തിന്റെ തീരുമാനം നിലവിൽ വന്നതോടെയാണിത്. ഇനി മുതൽ വിസയ്ക്ക് പകരം ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായ എമിറേറ്റ്സ് ID മാത്രം മതിയാകും. പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ വിസയിൽ എത്തുന്നവരും വിസ പുതുക്കൽ ആവശ്യമുള്ളവരും വിസ സ്റ്റാമ്പിങ്ങിനും എമിറേറ്റ്സ് IDക്കും 2 അപേക്ഷകൾ നൽകുകയോ അവയുമായി ബന്ധപ്പെട്ട 2 തരം നടപടിക്രമങ്ങളിലൂടെ പോവുകയോ ചെയ്യേണ്ടതില്ല. ഇനി ഒരു അപേക്ഷ മാത്രം മതിയാകും. എമിറേറ്റ്സ് IDക്കുള്ള ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി. മുൻപത്തേതുപോലെ വിസ സ്റ്റാമ്പിങ്ങിന് പാസ്പോർട്ട് എമിഗ്രേഷൻ ഓഫീസിൽ നൽകി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ വിസ സ്റ്റാമ്പിംഗ് കഴിഞ്ഞ് കൊറിയർ വഴിയാണ് പാസ്പോർട്ട് പ്രവാസികളുടെ കൈകളിലെത്തുന്നത്. ഈ കടമ്പ ഒഴിവാക്കാൻ പുതിയ തീരുമാനത്തിലൂടെ സാധിക്കും. പുതിയ മാറ്റങ്ങൾക്ക് അനുബന്ധമായി UAE എമിറേറ്റ്സ് ID അടുത്തിടെ വലിയ പരിഷ്കരണത്തിന് വിധേയമാക്കിയിരുന്നു. പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്ന വിസയിൽ ഉൾപ്പെടുന്ന മുഴുവൻ വിവരങ്ങളും എമിറേറ്റ്സ് IDയിലും ഉൾപ്പെടുത്തി. ഇത് പ്രകാരം പ്രവാസികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ, താമസവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, സ്പോൺസറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുടങ്ങിയവ ID കാർഡിലും ലഭ്യമാകും. ഈ ലിങ്ക് സംവിധാനം വഴി എവിടെ വെച്ചും വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് ഈ വിവരങ്ങൾ തിരിച്ചറിയൽ കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.